മോഹൻലാൽ ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ചിത്രത്തിൽ മോഹൻലാൽ ഒരു ഗുസ്തി താരത്തിന്റെ വേഷത്തിലാണ് എത്തുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. വാലിബനിലെ മോഹൻലാലിന്റെ മസിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ഗുസ്തിക്കാരനായാണ് എത്തുന്നതെങ്കിൽ അത് ലോക പ്രശസ്ത ഫയൽമാൻ ദി ഗ്രേറ്റ് ഗാമ മുഹമ്മദ് ബക്ഷ്ഭട്ടിന്റെ വേഷത്തിലാകും എത്തുക എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. സിനിമയുടേതായി പുറത്തു വന്ന പോസ്റ്ററിൽ വാളുമായി നിൽക്കുന്ന മോഹൻലാലിനെ കാണാൻ സാധിക്കും. പണ്ട് പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച ചരിത്രം കൂടിയുണ്ട് മുഹമ്മദ് ബക്ഷ്ഭട്ടിന്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആരാലും തകർക്കപ്പെടാത്ത ഗോദവരിച്ച വീരനായിരുന്നു ബക്ഷ്ഭട്ട്. ഒരു കാലത്ത് ബ്രൂസ്ലി ആരാധിച്ചിരുന്നു. മലൈക്കോട്ടെ വാലിബനിൽ മോഹൻലാൽ ഗ്രേറ്റ് ഗാമയായി എത്തും എന്ന വാർത്തകളെ തള്ളി സിനിമയുടെ നിർമ്മാതാവ് രംഗത്ത് വന്നിരുന്നു. എങ്കിലും ഇപ്പോഴും ഗ്രേറ്റ് ഗാമയായി തന്നെയാകും മോഹൻലാൽ എത്തുക എന്ന് വിശ്വസിക്കുന്ന ആരാധകരുമുണ്ട്. അത്രയേറെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഗാമയുടെ ജീവിതവും. ആരാണ് മുഹമ്മദ് ബക്ഷ്ഭട്ട്? പഞ്ചാബിൽ ഗുസ്തിക്കാരുടെ കുടുംബത്തിലായിരുന്നു ഗുലാം മുഹമ്മദ് ബക്ഷ്ഭട്ടിന്റെ ജനനം. കുടുംബ പശ്ചാത്തലം ഗുസ്തി ആയതിനാൽ ഭട്ടും അതിലേക്ക് കടന്നു. 1888 വെറും 10-ാം വയസ്സിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ഒരു സ്ട്രോങ് മാൻ മത്സരത്തിൽ 400-ലധികം ഗുസ്തിക്കാരെ പിന്നിലാക്കി ഭട്ട് ഒന്നാമതെത്തി. അവിടെ മുതൽ ആരംഭിക്കുകയാണ് ഭട്ടിന്റെ ഗാമ ചരിതം. പ്രതിദിനം 5000 സിറ്റപ്പുകളും 3000 പുഷപ്പുകളും എടുക്കണമെന്ന് നിർബന്ധം പുലർത്തിയിരുന്ന ഗാമ വെറും 22 വയസ്സിൽ 1200 കിലോഗ്രാം ഭാരമുള്ള കല്ലുയർത്തി നെഞ്ചിൽ വെച്ച വീര്യം തെളിയിച്ചു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്. ലണ്ടനിലെത്തി ലോക ഗുസ്തി താരങ്ങളെ പോലും വിറപ്പിച്ചിരുന്നു അയാൾ. ഗോദയിൽ വെള്ളക്കാരെ മലർത്തിയടിച്ച് ഉശിരു കാട്ടി. 52ഓളം വർഷങ്ങൾ മുഹമ്മദ് ബക്ഷ്ഭട്ടിനെ തോൽപ്പിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരാലും തോൽപ്പിക്കപ്പെടാതെ അജയ്യനായി അയാൾ വിരമിക്കുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ലാഹോറിലേക്ക് പോയ ഗാമ അവിടെ ഹിന്ദുക്കൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്തായിരുന്നു പിന്നീടുള്ള കാലം ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായി അവർക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നപ്പോൾ അവരെ സംരക്ഷിച്ച് സുരക്ഷിതമായി ഇന്ത്യയുടെ അതിർത്തി വരെ എത്തിച്ചത് ഗാമയും സംഘവുമായിരുന്നു. അങ്ങനെ ചില ചരിത്ര പോരാട്ടങ്ങൾ കൂടി ഗാമയ്ക്കുണ്ട്. 1960 മെയ് 23-നാണ് ഗാമ അന്തരിച്ചത്. വിരമിച്ച ഘട്ടത്തിൽ പോലും സുഖകരമായിരുന്നില്ല ഗാമയുടെ ജീവിതം. ആകെ കിട്ടിയ പെൻഷൻ തുക കൊണ്ടായിരുന്നു ജീവിതം. അധികം ആരും ഓർത്തിരിക്കാൻ ഇടയില്ലാത്ത ആ ജീവിതമാണോ ഇനി വെള്ളിത്തിരിയിൽ എത്തുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.